ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും കുറെ കൺഫ്യൂഷനും പകുതിയും ഇതൊക്കെ മെമ്മറിയിൽ നിൽക്കോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ 150 ഫ്രേസൽ വെർബ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഇപ്പോൾ LDC ആണെങ്കിലും SSC, കോഡ് അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള എല്ലാ എക്സാമ്പിളും കേട്ടോ. അപ്പോൾ LP UP ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല. അതിലെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ നമ്മൾ ഫോൾ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ് നോക്കുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഫോൾ എപ്പാർട്ട്. ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഇൻ ടു പീസസ്. ഓക്കെ, അപ്പോൾ ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക, ബ്രേക്ക് ഇൻ ടു പീസസ്. അതേപോലെ തന്നെ മെന്റലി നമ്മൾ ഇമോഷണലി ഡൗൺ ആവുക, അതിനെയൊക്കെ നമുക്ക് ഫോൾ എപ്പാർട്ട് എന്ന് പറയാം അല്ലെ. ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? വീഴ. എന്നിട്ട് എപ്പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എപ്പാർട്ടായി എന്ന് പറയുമ്പോൾ എന്താ? പൊട്ടിപ്പോയി അല്ലെങ്കിൽ നീങ്ങിപ്പോയി എന്നൊക്കെ ഓർക്കാലോ. അപ്പൊ ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾ വീണിട്ട് പൊട്ടിപ്പോയി എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ബ്രേക്ക് ഇൻ ടു പീസസ്. ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇൻ ടു പീസസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ. ഈ ഒരു ഇത് നോക്കിയേ, പിക്ചർ നോക്കിയേ. ദ ചെയർ ഹാസ് ഫോളൺ അപ്പാർട്ട്. ഓക്കെ, ചെയർ ഒടിഞ്ഞു പോയി അല്ലെങ്കിൽ പീസായി പോയി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ദ ഓൾഡ് ചെയർ ഫെൽ അപ്പാർട്ട് ഇൻ ടു ഫ്രാഗ്മെന്റ്സ്. അപ്പോൾ ഈ ഫോൾ അപ്പാർട്ട് പറയുമ്പോൾ ഫെൽ അപ്പാർട്ടും ഉണ്ട് കേട്ടോ. ഫോളിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ ഫെൽ, അപ്പൊ അതിനും ആപ്ലിക്കബിൾ ആണ്. അടുത്ത പോയിന്റ് നോക്കിയേ, ദെയർ മാരേജ് ഫെൽ അപ്പാർട്ട് വെൻ ഷീ ഫൗണ്ട് ഹെർ ഹസ്ബൻഡ്സ് അഫെയർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇമോഷണലി ഡൗൺ ആവുക അല്ലെങ്കിൽ തകർന്നു പോവുക അല്ലെ. അപ്പൊ മാരേജ് തകർന്നു പോയി കാരണം അവൾക്ക് അവളുടെ ഹസ്ബൻഡിന്റെ അഫെയർ കണ്ടുപിടിച്ചപ്പോൾ മാരേജ് തകർന്നു പോയി അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു വാക്കാണ് ഫോൾ അപ്പാർട്ട് അല്ലെങ്കിൽ ഫോളിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഫെൽ കേട്ടോ. ഫെൽ അപ്പാർട്ട് പഠിച്ചല്ലോ. അപ്പോൾ വീണിട്ട് പൊട്ടിപ്പോയി എന്നൊക്കെ ഓർക്കുക കേട്ടോ. പാർട്ടായി അല്ലെങ്കിൽ എപ്പാർട്ടായി എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിപ്പോയി, അങ്ങനെയൊന്ന് ഓർത്തു വെക്കാം. നമുക്കിനി അടുത്ത് നോക്കാം. ഫോൾ ഫ്ലാറ്റ്. ഫോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെയിൽ ടു പ്രൊഡ്യൂസ് എനി എഫക്റ്റ്, അൺസക്സസ്ഫുൾ ആവുക. ഫോൾ ഫ്ലാറ്റ് അതായത് ഫ്ലാറ്റ് ആയി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഗ്രാഫിൽ നമ്മൾ ഇതേ ഇപ്പൊ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലാറ്റ് ആയി എന്ന് വിചാരിച്ചോളൂ. അതായത് അവിടെ ഒന്നുമില്ല അല്ലെ, അൺസക്സസ്ഫുൾ ആയി. അപ്പൊ ഫോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വീണിട്ട് ഫ്ലാറ്റ് ആയി എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. അൺസക്സസ്ഫുൾ ആയി, ഫെയിൽ ടു പ്രൊഡ്യൂസ് എനി ഇഫക്റ്റ് അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ. ഒരു എക്സാമ്പിൾ നോക്കാം. ഓൾ ഹിസ് ജോക്സ് ഫെൽ ഫ്ലാറ്റ്. കേട്ടോ, എല്ലാം അവൻ പറഞ്ഞിട്ടുള്ള എല്ലാ തമാശയും അൺസക്സസ്ഫുൾ ആയി, അതിന് പ്രത്യേകിച്ച് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഓർക്കാം. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം പഠിച്ചല്ലോ. ആദ്യം പറഞ്ഞത് ഫോൾ അപ്പാർട്ട് ആണ്, പിന്നെ നമ്മൾ പറഞ്ഞത് ഫോൾ ഫ്ലാറ്റ് കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഫോൾ ത്രൂ. ഓക്കെ, ഫോൾ ത്രൂ. ഫോൾ ത്രൂ എന്ന് പറഞ്ഞാൽ ബി അൺസക്സസ്ഫുൾ. ഓക്കെ, എന്താണ്? ബി അൺസക്സസ്ഫുൾ. നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഫോൾ ഫ്ലാറ്റ്, അതേപോലെ തന്നെ മീനിങ് വരുന്ന ഒരു വാക്കാണ് ഫോൾ ത്രൂ. അപ്പോ എന്തിന്റെങ്കിലൊക്കെ ഉള്ളിക്കോടെ വീണു എന്ന് ഓർക്കാം. ഫോൾ എന്ന് പറഞ്ഞാൽ വീഴുക അല്ലെ. എന്തിന്റെങ്കിലൊക്കെ ഉള്ളിക്കോടെ വീണു, അതുകൊണ്ട് നമുക്ക് വിചാരിച്ച കാര്യമൊന്നും ചെയ്യാൻ പറ്റിയില്ല, അൺസക്സസ്ഫുൾ ആയി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, അപ്പൊ ഫോൾ ത്രൂ. ത്രൂ എന്ന് പറഞ്ഞാൽ ഉള്ളിക്കോടെ, എന്തിന്റെങ്കിലൊക്കെ ഉള്ളിക്കോടെ നമ്മൾ വീണ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല എന്ന് ഓർത്തു വെക്കാം. ഒരു എക്സാമ്പിൾ, വി വർ ഗോയിങ് ടു ട്രാവൽ ടു റഷ്യ ബട്ട് അവർ പ്ലാൻസ് ഫെൽ ത്രൂ ബിക്കോസ് വി കുഡിൻ ഗെറ്റ് എ വിസ. ഓക്കെ, ഞങ്ങൾക്ക് വിസ കിട്ടിയില്ല, ഞങ്ങളുടെ പ്ലാനുകളെല്ലാം അൺസക്സസ്ഫുൾ ആയി എന്നൊക്കെ ഓർക്കുക കേട്ടോ. ഫോൾ ത്രൂ പഠിച്ചു കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ ഫോൾ ഓൺ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. ഫോൾ ഓൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു അറ്റാക്ക് സമ്മൺ സഡൻലി ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അറ്റാക്ക് ചെയ്യുക. ഒരാൾ അറ്റാക്ക് ചെയ്യുന്നതിനെയൊക്കെയാണ് ഫോൾ ഓൺ എന്ന് പറയാം അല്ലെ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ടൈഗറിനെ ആലോചിക്കാം. ഒരു പുലി പെട്ടെന്ന് തന്നെ ഒരു മാനിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിലേക്ക് ചാടി എന്ന് ഓർക്കാം അല്ലെ. ഫോൾ ഓൺ, മുകളിലേക്കല്ലേ വന്നിട്ടുള്ളേ, അപ്പൊ ഫോൾ ഓൺ എന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, ഫോൾ അപ്പൊ വീണു, മുകളിലേക്ക് വീണു, എന്നിട്ട് അറ്റാക്ക് ചെയ്തു എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഫോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു അറ്റാക്ക് സമ്മൺ സഡൻലി ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി, പ്രതീക്ഷിക്കാണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫോൾ ഔട്ട് ആണ്. ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്വാറൽ ചെയ്യുക, തല്ല് പിടിക്കുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഫോൾ ഔട്ട്. അപ്പൊ ഫോൾ വീഴ അല്ലെ. ഫോൾ എന്ന് പറഞ്ഞാൽ വീഴ. എവിടെ വീഴ? പുറത്ത് അല്ലെ. അപ്പൊ പുറത്ത് തല്ല് പിടിച്ചിട്ട് വീണു എന്നൊക്കെ ഓർക്കാം. ഔട്ടില്. ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് അല്ലെങ്കിൽ ക്വാറലാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഹാവ് ഫോളൺ ഔട്ട്. ഫ്രണ്ട്സ് ഹാവ് ഫോളൺ ഔട്ട്, ഫ്രണ്ട്സ് ഫൈറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മറക്കണ്ട. ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടിൽ പോയിട്ട് ഫോൾ ചെയ്തു, ഔട്ടിൽ പോയിട്ട് വീണു, തല്ല് പിടിച്ചു എന്നൊക്കെ ഒരു മീനിങ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പൊ ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അടുത്തത് ഫോൾ ഓഫ് ആണ്. ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക. ഓഫ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ?
നിന്ന് പോവാ അല്ലെങ്കിൽ കുറഞ്ഞ് കുറഞ്ഞ് എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക കേട്ടോ. ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ് ചെയ്യുക. ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക. ഓക്കെ. സെയിൽസ് ഹാവ് ബീൻ ഫോളിങ് ഓഫ് റീസെന്റ്. ഓക്കെ, സെയിൽസ് റീസെന്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക. ഇനി ഫോൾ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് വീണു എന്ന് ഓർക്കാം അല്ലെ. പുറകിലേക്ക് വീണു എന്ന് പറയുമ്പോൾ ഡിലേ ആവുക, കാര്യങ്ങളൊക്കെ കുറച്ച് പുറകിലേക്കായി, കുറച്ച് ഡിലേ വന്നു, അല്ലെങ്കിൽ പുറകിലേക്ക് വീണു, ഡിലേ വന്നു എന്നൊക്കെ ഓർക്കാം അല്ലെ. സ്ലോ ഡൗൺ ആവുക, ഡിലേ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫോൾ ബിഹൈൻഡ്. പുറകിലേക്ക് വീണു, എന്താ? ഡിലേ ആയി എന്നുള്ള രീതി. He is falling behind in his work. Okay, he is falling behind in his work. Okay, അവൻ പുറകിലേക്ക് വരികയാണ്, അവന്റെ വർക്കിന്റെ കാര്യത്തിൽ അവൻ വളരെ ഡിലേ ആവുകയാണ്, പുറകിലേക്ക് വരികയാണെന്നുള്ളൊരു. അടുത്തത് ഫോൾ ഫോർ. ഫോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഫോൾ ഇൻ ലവ്, ഒരാളായിട്ട് ഇഷ്ടത്തിലാവുക അല്ലെ. ഹി ഫെൽ ഫോർ ഹെർ ബ്യൂട്ടി, അവളുടെ ബ്യൂട്ടിയിൽ അവൻ വീണു എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഫോളിന്റെ 8 എണ്ണം നോക്കിയില്ലേ. നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. എല്ലാവരും എന്റെ കൂടെ തന്നെ ഒന്ന് റീകളക്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? ഫോൾ എപ്പാർട്ട്, വീണിട്ട് പാർട്ടായിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എന്താ? അത് പീസ് ആയിട്ട് പോയി അല്ലെ. ബ്രേക്ക് ഇൻ ടു പീസസ് കിട്ടുന്നുണ്ടല്ലോ. ഫോൾ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇൻ ടു പീസസ്. ഫോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലാറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അൺസക്സസ്ഫുൾ ആവുക അല്ലെ. ഞാനിപ്പോ വരച്ച പോലത്തെ ഒന്ന് ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അൺസക്സസ്ഫുൾ ആവുക, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ ഇഫക്റ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുക. ഫോൾ ത്രൂ എന്ന് പറഞ്ഞാലോ അതിനുള്ളിലേക്ക് വീണു അല്ലെ. ഉള്ളിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ അൺസക്സസ്ഫുൾ ആയി, നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല, അതിനകത്തേക്ക് വീണു അല്ലെ. ഒരു വലിയൊരു കുഴിയിലേക്ക് വീണു, നമ്മൾ അൺസക്സസ്ഫുൾ ആയെന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഫോൾ ത്രൂ എന്ന് പറഞ്ഞാൽ അൺസക്സസ്ഫുൾ. ഫോൾ ഓൺ, ഞാൻ പറഞ്ഞ നമ്മുടെ ടൈഗറിന്റെ കാര്യമൊക്കെ ഒന്ന് ഓർക്കുക. മുകളിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക അല്ലെ. ഫോൾ ഓൺ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക. ഫോൾ ഔട്ട്, ഔട്ടിൽ പോയിട്ട് വീണു എന്ന് പറഞ്ഞാൽ എന്താ? ക്വാറൽ ചെയ്യുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. ഇനി ഫോൾ ഓഫ്. ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആയി. ഫോൾ ബിഹൈൻഡ് എന്ന് പറഞ്ഞാലോ പുറകിലേക്ക് വീണു, കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയി, സ്ലോ ഡൗൺ ആയി എന്ന് മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഫോൾ ബിഹൈൻഡ്. ഫോൾ ഫോർ എന്ന് പറഞ്ഞാൽ ടു ഫോൾ ഇൻ ലവ്. ഓക്കെ, അടുത്ത് നോക്കാം. സെറ്റ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് നോക്കാം കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് സെറ്റപ്പ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെ. അതായത് സ്ഥാപിക്കുക, സെറ്റപ്പായി, ഒരു കമ്പനി സെറ്റപ്പായി എന്നൊക്കെ പറയില്ലേ, സ്ഥാപിച്ചു. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ദ കമ്പനി വാസ് സെറ്റപ്പ് ഇൻ 2020. ഓക്കെ, 2020 എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിച്ചുള്ളത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക. ഓക്കെ, അടുത്തത് സെറ്റ് ഇൻ ആണ്. സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, ബിഗിൻ ആൻഡ് കണ്ടിന്യൂ ടൈം. സെറ്റ് ഇൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്യുക, അതിനെയാണ് സെറ്റ് ഇൻ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ, വിന്റർ ഹാസ് സെറ്റ് ഇൻ. വിന്റർ തുടങ്ങി അല്ലേ, ഇനി അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യും, ആ ഒരു മീനിങ് ആണ് വരുന്നത് സെറ്റ് ഇൻ. ഓക്കെ, അപ്പൊ സെറ്റ് ഇൻ എന്താ? ബിഗിൻ ആൻഡ് കണ്ടിന്യൂ ഫോർ സം ടൈം. ഓക്കെ, അടുത്ത് നോക്കാം. സെറ്റ് അസൈഡ് ആണ്. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക, തള്ളിക്കളയുക. അതേപോലെ തന്നെ സേവ് എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ട് കേട്ടോ. നമുക്കറിയാലോ ഈ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മീനിങ്സ് ഉണ്ട്. അപ്പൊ അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഓർക്കാം, ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടി, നമ്മൾ അതിനെ സൈഡിലേക്ക് മാറ്റി വെക്കും അല്ലെ. നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, നമ്മൾ അതിനെ റിജക്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചു എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ സെറ്റ് എസൈഡ്, സൈഡിലേക്ക് മാറ്റി അല്ലെങ്കിൽ സൈഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക, റിജക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ ആണ് ദ കോർട്ട് സെറ്റ് എസൈഡ് ദി വേർഡിക്റ്റ്. ഒത്തുതീർപ്പ് കോർട്ട് മാറ്റി വെച്ചു, അല്ലെങ്കിൽ എന്താ പറയാ റിജക്ട് ചെയ്തു, മാറ്റി വെച്ചു എന്നല്ല റിജക്ട് ചെയ്തു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സേവ് ചെയ്യുക അല്ലെ. സേവ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ട്. ഐ ഹാവ് സെറ്റ് അസൈഡ് സം മണി, ഓക്കെ, ഫോർ ഫ്യൂച്ചർ. ഞാൻ കുറച്ച് പൈസ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ സേവ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ട്. സെറ്റ് അസൈഡ്, കുറച്ച് പൈസ മാറ്റി വെച്ചു, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് സെറ്റ് ഓൺ. സെറ്റ് ഓൺ അല്ലെങ്കിൽ സെറ്റ് അപ്പോൺ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സെറ്റ് ഓൺ അല്ലെങ്കിൽ സെറ്റ് അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതായിരുന്നു നമ്മൾ ഓൺ വെച്ചിട്ട് പറഞ്ഞത്? ഏതായിരുന്നു? ഫോൾ ഓൺ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ നമ്മുടെ പുലി മുകളിലേക്ക് വീണു എന്ന് പറഞ്ഞില്ലേ, ഫോൾ ഓൺ. അതേപോലെ തന്നെ സെറ്റ് ഓൺ എന്ന് പറഞ്ഞാലും എന്താണ്? അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഓക്കെ, സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക. ദ ലയൺ സെറ്റ് അപ്പോൺ ദി ബോയ് അല്ലെങ്കിൽ ദ ലയൺ സെറ്റ് ഓൺ ദി ബോയ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടീനെ അറ്റാക്ക് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഒരുമിച്ച് പഠിച്ചു പോവാട്ടോ. ഇനി അടുത്തത് സെറ്റ് ഫോർത്ത്.
സെറ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ബിഗിൻ എ ജേർണി. ഒരു ജേർണി ബിഗിൻ ചെയ്യുക. ഉം. അപ്പൊ നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു സെറ്റ് നമ്മളെ എന്താ പറയാ, ഒരു സെറ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ലേ സെറ്റ്. നമ്മുടെ സെറ്റിൽ ഒരു 4 പേരുണ്ടായിരുന്നു ഓർക്കാം. 4 ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു ജേർണിക്ക് പോയി എന്നൊക്കെ ഓർക്കാം. കേട്ടോ. അപ്പൊ സെറ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ബിഗിൻ എ ജേർണി. ഒരു ജേർണിയുടെ തുടക്കം. ഒരു ജേർണിക്ക് പോവുക അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഹി സെറ്റ് ഫോർത്ത് ഓൺ എ വൊയേജ്. വൊയേജ് എന്ന് പറഞ്ഞാൽ ഒരു ജേർണി. ഓക്കെ. ജേർണിക്ക് ബിഗിൻ ചെയ്തു അല്ലെങ്കിൽ ജേർണിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ് സെറ്റ് ബാക്ക്. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഡിലേ ചെയ്യുക. അല്ലെ, നമ്മുടെ സെറ്റ്. ഇപ്പൊ നമ്മുടെ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറച്ച് പുറകിലേക്ക് പോയി, ബാക്കിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും കുറച്ച് ഡിലേ ആയി എന്നൊക്കെ ഓർക്കാം അല്ലെ. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഡിലേ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് സെറ്റ് ടു. സെറ്റ് ടു എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഹാർഡ് ആണ്. ഇപ്പൊ ഇനി സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് എക്സാം ഓർക്കാം. സെറ്റ് എക്സാമിൽ രണ്ടാമത്തെ തവണയാണ് നമ്മൾ സെറ്റ് എക്സാം എഴുതണമെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ സെറ്റ് ടു, അങ്ങനെ വിചാരിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ സെറ്റ് ടു എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഹാർഡ് ആണ്. ഓക്കെ. സെറ്റ് ടു എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ്. വി ആർ ഓൾ സെറ്റ് ടു ഡു ദി വർക്ക് ഓൺ ടൈം. ഓക്കെ. നമ്മളെല്ലാവരും കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ സെറ്റ് ഫോർത്ത് പഠിച്ചു, സെറ്റ് ബാക്ക് പഠിച്ചു, സെറ്റ് ടു പഠിച്ചു. അപ്പോൾ നമ്മുടെ സെറ്റ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. സെറ്റ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സെറ്റപ്പ് അല്ലെ, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക എന്നുള്ളൊരു മീനിങ് ആയിരുന്നു. പിന്നെ സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചു നേരം തുടങ്ങുക എന്നിട്ട് ഇതിൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെ. സെറ്റ് എസൈഡ് എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക, അതേപോലെ തന്നെ സേവ് ചെയ്യുക. പിന്നെ സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൾ ഓൺ പറയുന്ന പോലെ തന്നെ സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക. സെറ്റ് ഫോർത്ത് 4 പേര് കൂടിയിട്ട് ഒരു സെറ്റായിട്ട് ഒരു ജേർണിക്ക് പോയി എന്ന് ഓർക്കാം അല്ലെ. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് പുറകിലേക്ക് പോയി, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സെറ്റിലെ ആൾക്കാരൊക്കെ പുറകിലേക്ക് പോയി, ഡിലേ ആയി എന്ന് ഓർക്കാം. സെറ്റ് ടു രണ്ടാമത്തെ തവണ സെറ്റ് എക്സാം എഴുതിയപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറ്റിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഫോളിനെ ബേസ് ചെയ്തിട്ടും നോക്കാനുള്ള നമ്മുടെ ഫ്രേസൽ വെർബ് കേട്ടോ. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ കോഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ ഒരു 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് വാല്യുബിൾ ആണതനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യുക. ക്ലാസ് കാണുന്ന എല്ലാവരും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ആണെങ്കിലും ഇംഗ്ലീഷിന്റെ ആണെങ്കിലും ഐടിയുടെ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക, ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം.